മോർണിംഗ്. ഇന്ന് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മാത്സിൽ നമുക്കുള്ള ഫസ്റ്റ് ചാപ്റ്റർ സ്പെഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ. അപ്പോൾ നമ്മൾ ലീനിയർ ഇക്വേഷൻ, നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. x² പ്ലസ് 2x പ്ലസ് 3 അങ്ങനെയൊക്കെ പറയുന്ന ഇക്വേഷൻസിനെയാണ് എന്ത് പറയുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ നമ്മൾ ഫാക്ടർ ആക്കാനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇപ്പോൾ x² പ്ലസ് 2x പ്ലസ് 3 ആ ഒരു ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സായിട്ട്, അതായത് ഏതൊക്കെ രണ്ട് ടേംസ് തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോഴാണ് അത് ഈ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടിയത്, അതിൻ്റെ ഫാക്ടേഴ്സ് ആക്കാനായിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 6ൻ്റെ ഫാക്ടറാണ് എന്ത്, 3ഉം 2ഉം ഒരു ഫാക്ടറാണ് അല്ലേ. 3 × 2 6ൻ്റെ ഫാക്ടറാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റാണ് എന്ത്, 6. 3 × 2 എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ പ്രോഡക്റ്റാണ് 6. ഇപ്പോൾ 4ൻ്റെ കേസ് പറയുകയാണെങ്കിലോ, 4 എന്ന് പറയുന്നത് എന്താണ്, 2 × 2 എന്ന് പറയുന്ന ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. അതായത് 4ൻ്റെ ഫാക്ടേഴ്സാണ് 2ഉം 2. ഇനി 6ൻ്റെ ഫാക്ടേഴ്സാണ് നേരത്തെ പറഞ്ഞ പോലെ 3ഉം 2ഉം. 3 and 2ൻ്റെ പ്രോഡക്റ്റാണ് 6. അപ്പം അങ്ങനെയാണ് ആ കണക്ഷൻ ഓർത്ത് വയ്ക്കേണ്ടത്. അത്തരം കണക്ഷൻസ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 18 എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, 18 എന്ന് പറയുന്നത് 9 × 2 18ആണ്. അപ്പോൾ 18ൻ്റെ ഫാക്ടേഴ്സാണ് 9ഉം 2ഉം. 9ൻ്റെയും 2ൻ്റെയും പ്രോഡക്റ്റാണ് ആര്, 18 എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് പഠിച്ച ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വെച്ചിട്ട് പറയുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. a+b² a-b² a+b³ a-b³ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ ആ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. പിന്നെ അതിന് ശേഷം എന്താണ്, നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനൊക്കെയായിട്ട് പഠിക്കാം. പിന്നെ ഈ ഇക്വേഷൻ പഠിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തരും, x+2ൻ്റെ കൂടെ x+3 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, അല്ലെങ്കിൽ x+2ൽ നിന്ന് x-3 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്, കുറച്ച് ഇക്വേഷൻസ് ആണ്. അത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനാണ് a+b² a+b² ഈസ് ഈക്വൽ ടു a² പ്ലസ് 2ab പ്ലസ് b². a-b² ഈസ് ഈക്വൽ ടു a² മൈനസ് 2ab പ്ലസ് b². പിന്നെ a² മൈനസ് b² ഈസ് ഈക്വൽ ടു a+b × a-b. കാരണം ഇതിനെ സോൾവ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. a+b³ ഈസ് ഈക്വൽ ടു a³ പ്ലസ് 3a² പ്ലസ് 3ab² പ്ലസ് b³ അതുപോലെ -b³ വരുമ്പോഴോ a³ മൈനസ് 3a² പ്ലസ് 3ab² പ്ലസ് മൈനസ് b³. ഇനി a³ മൈനസ് b³ ഈസ് ഈക്വൽ ടു a മൈനസ് b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b². a⁴ മൈനസ് b⁴ ഈസ് ഈക്വൽ ടു a² മൈനസ് b² ഇൻറ്റു a² പ്ലസ് b². ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇതിന് വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. എന്ത് ചെയ്യണം, ഇത് കാണാണ്ട് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെയാണ് എടുക്കുക, ax² പ്ലസ് bx പ്ലസ് c അതിൻ്റെ ബേസിക് ടേമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ x² അടുത്ത് കിടക്കുന്ന ടേം, അതായത് എനെയും സിനെയും തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഏത് വാല്യൂ ആണെങ്കിലും എയും സിയും തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. ഈ പ്രോഡക്റ്റിൻ്റെ ഫാക്ടേഴ്സ് കാണാം. ഇപ്പോൾ നമുക്ക് a × c ചെയ്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ A ആണ് പ്രോഡക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് b × d ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ b + d എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ടാമത്തെ ടേമിൽ കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്മളിങ്ങനെ മാറ്റി എഴുതാണ്. ax² പ്ലസ്
ബി പ്ലസ് ഡി എക്സ് പ്ലസ് സി. എന്നിട്ട് ഇതിനെ വീണ്ടും എന്താണ് വിപുലീകരിച്ച് എഴുതാം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് സി. ആദ്യത്തെ 2 ടേമിലും കോമൺ ആയിട്ടുള്ളതിനെ പുറത്തെടുത്തിട്ട് എഴുതണം. രണ്ടാമത്തേലും കോമൺ ആയിട്ടുള്ളതിനെ പുറത്തെടുത്ത് എഴുതുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടും. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കണം എങ്ങനെയാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നായിരിക്കും. അതിൽ എനെയും സീനെയും ഇൻറ്റു ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂയുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ആ ഫാക്ടേഴ്സിനെ ആഡ് ചെയ്ത പോലെ നമ്മൾ ഈ എക്സ് വരുന്ന ടേം രണ്ടാമത്തെ ടേമിൻ്റെ അവിടെ ഇടാം. അങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നോക്കിയേ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് 9x സ്ക്വയർ മൈനസ് 12x പ്ലസ് 4. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 9 ഇൻറ്റു 4 ചെയ്തു. അപ്പോൾ നമുക്ക് 36 കിട്ടും. 36ൻ്റെ പ്രോഡക്റ്റാണ് ആര്? 6 ഇൻറ്റു 6. 6 ഇൻറ്റു 6. ഈ 6 ഇൻറ്റു 6നെ നമ്മളിവിടെ രണ്ടാമത്തെ ടേമിന് 12ന് പകരം ഇടണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 6 + 6 12 അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ എഴുതി 9x സ്ക്വയർ മൈനസ് 6 + 6 എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4 എന്ന് എഴുതി. പിന്നെ ഇതിനെന്ത് ചെയ്യുക? ഇത് നമ്മൾ വിപുലീകരിച്ച് എഴുതാം. 9x സ്ക്വയർ മൈനസ് 6x ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് വീണ്ടും മൈനസ് 6x പ്ലസ് 4. ഫസ്റ്റ് 2 ടേം എടുത്തു, സെക്കൻഡ് 2 ടേം എടുത്തു. ഫസ്റ്റ് ടേമിൽ കോമൺ ആയിട്ടുള്ള 3x പുറത്തെടുത്തു. 3x ഇൻറ്റു 3x, ബാക്കിയുടെ 3x ഉണ്ട്, 3x മൈനസ് 2. ഇനി ഇതിൽ കോമൺ ആയിട്ട് ഏതാണുള്ളത്? 2ൽ കോമൺ ആയിട്ടുള്ള -2 ആണുള്ളത്. -2 പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ 3x ഉണ്ട്, ഇവിടെ ഒരു -2 ഉണ്ട്. അപ്പോൾ -2 ഇൻറ്റു 3x മൈനസ് 2. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് രണ്ടും കോമൺ അല്ലേ, അപ്പോൾ അതിലൊരെണ്ണം എഴുതി. പിന്നെ ബാക്കി പുറത്തുള്ളവരും കൂടെ ഇൻറ്റു ചെയ്ത് എഴുതി. അതായത് 3x മൈനസ് 2 ഇൻറ്റു 3x മൈനസ് 2, അതായത് 3x മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ് ഇതിൻ്റെ പ്രോഡക്റ്റുകൾ. ഇതിൻ്റെ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 3x മൈനസ് 2 ഇൻറ്റു 3x മൈനസ് 2, അതായത് 3x മൈനസ് 2 ഹോൾ സ്ക്വയർ. നമുക്ക് വേറെ ഒന്നും കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും. വേറൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്ക്. 6x സ്ക്വയർ പ്ലസ് 7x മൈനസ് 10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ടേം 6നെയും 10നെയും കൂടെ ഇൻറ്റു ചെയ്തു. 6നെയും 10നെയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ -10 എടുക്കണം. നമ്മൾ ഇവിടെ ഏതാണോ സൈന് അതും കൂടി എടുക്കണം. -10 എടുക്കുമ്പോൾ -60 കിട്ടും. നമുക്കറിയാം, ഒരു ടേമിൽ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് സൈൻ വരണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒന്ന് മൈനസ് വേണം. അതായത് പ്ലസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു പ്ലസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് ഈക്വൽ ടു പ്ലസ്, മൈനസ് ഇൻറ്റു പ്ലസ് ഈക്വൽ ടു മൈനസ്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റിന് മൈനസ് സൈൻ വരണമെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരാൾക്ക് നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ പ്രോഡക്റ്റിന് മൈനസ് സൈൻ വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എടുക്കുമ്പോൾ എന്താണ്? ഈ സി ടേം എടുക്കുമ്പോൾ അതിൻ്റെ സൈൻ അടക്കം എടുക്കണം. 6 ഇൻറ്റു -10 ആണ് എടുക്കേണ്ടത്. അപ്പം -60 വരും. -60 വരണമെങ്കിൽ എന്താണ്? 60യുടെ ഫാക്ടേഴ്സ് 12ഉം 5 ആണ്. 12 ഇൻറ്റു 5 ആണ് 60 വരിക. അപ്പം -60 വരണമെങ്കിൽ എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു ടേമിന് നമ്മൾ മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ 12 ഇൻറ്റു -5, 12 ഇൻറ്റു -5 എന്നായി. ഇനി നമുക്കിത് ഇവിടെ കൊണ്ടുപോയിട്ട് രണ്ടാമത്തെ ബിയിൽ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. 6x സ്ക്വയർ പ്ലസ് 12 മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 10. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ 12 മൈനസ് 5 എന്ന് പറയുന്നത് 7 തന്നെയല്ലേ? ഇവിടെ കറക്റ്റായില്ലേ? അതും +7 ആണ് അല്ലേ? 7ൻ്റെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ 2 നമുക്കിവിടെ ഇഷ്ടമുള്ളതിന് കൊടുക്കാൻ പറ്റില്ല.
ഇൻറ്റു കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് മൈനസ് സൈൻ മതി. പക്ഷെ അത് ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ സൈനും കൂടെ നമ്മൾ നോക്കണം. ഇവിടെ -7 ആയിരുന്നെങ്കിൽ എന്ത് വേണം? 12-നാണ് ആ മൈനസ് സൈൻ വരേണ്ടത്. ഇവിടെ പ്ലസ് ആയ കാരണം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ ഏറ്റവും വലിയ സംഖ്യയുടെ സൈനാണ് നമുക്കിതിന് വരേണ്ടത്. അതുകൊണ്ട് +12-ന് വരണം, മൈനസ് അപ്പോൾ 5-ന് ഇടണം. അങ്ങനെയാണ് ഇത് ഇടുന്നത്. ഇവിടുത്തെ സൈനും നോക്കിയിട്ടാണ്. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്താണ്? +7 ആൻസർ കിട്ടുന്നുണ്ട്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ 6x² + 12x - 5x - 10. അപ്പോൾ ഫസ്റ്റുള്ള 2 ടേം നെക്സ്റ്റ് 2 ടേമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് 2 ടേമിൽ നിന്ന് കോമൺ ആയിട്ടുള്ള 6x-നെ പുറത്തേക്ക് എടുത്തു ഇൻറ്റു x + 2. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള -5x-ലും -10-ലും കോമൺ ആയിട്ടുള്ള -5-നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇത് x + 2. അപ്പോൾ 6x² + 7x - 10 അതിൻ്റെ ഫാക്ടേഴ്സാണ് ഏത്? 6x - 5-ഉം x + 2-ഉം.